ഹായ്, ഹലോ, നമസ്കാരം. കോഡിംഗ് വിത്ത് വിൻവേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10,000 രൂപയിൽ താഴെയുള്ള ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടർ എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു 10,000 രൂപയ്ക്ക് താഴെയായിട്ട് ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാം എന്നുള്ളത്. എങ്ങനെയാണ് അത് നമുക്ക് സാധിക്കുക? ആക്ച്വലി ഒരു 10,000 രൂപയുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ബഡ്ജറ്റിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഉള്ള ജനറേഷനിൽ ഒരു ഗെയിമിംഗ് പി സി അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഹൈ എൻഡ് ക്ലാസ് ഒക്കെയാണ് ആക്ച്വലി പ്ലാൻ ചെയ്യുക. പക്ഷേ ഇപ്പോഴും ഒരു തുടക്കക്കാർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് ഈ 10,000 രൂപയുടെ പി സി എല്ലാം പ്ലാൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിച്ചു തുടങ്ങുന്നതിനും അതേപോലെ തന്നെ കീബോർഡ് മൗസ് എല്ലാം കൈക്ക് വഴങ്ങുന്നതിനും വേണ്ടി മക്കൾക്ക് കൊടുക്കുന്നതും വീട്ടിൽ ഉപയോഗിക്കാനായിട്ടുള്ള അത്യാവശ്യം ബ്രൗസിങ്ങോ കാര്യങ്ങളോ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് അത് വരിക. അതുകൊണ്ടാണ് ഈ 10,000 രൂപയുടെ പി സി എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ പി സിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പെരിഫറൽസ് എന്തൊക്കെയാണ് അതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? ഒരു 10,000 രൂപയുടെ പി സി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾക്ക് ഇന്ന് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു കോർ i3യുടെ 4th ജനറേഷൻ പ്രോസസ്സർ, അതേപോലെ ഒരു H81 മദർ ബോർഡ്, അതേപോലെ തന്നെ ഒരു 8 GB റാം, 256 GB SSD, ഒരു ATX ക്യാബിനറ്റും, ഒരു 18.5 മോണിറ്റർ, കീബോർഡ്, മൗസ്, ഇത്രയും സംവിധാനങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊരു 10,000 രൂപയ്ക്ക് കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പെരിഫറൽസ് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കോർ i3 പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു മനുഷ്യനിക്ക് ഒരു ഹാർട്ട് എത്രത്തോളം പ്രൈമറി ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടർ സംബന്ധിച്ചോളം പ്രോസസ്സർ. അപ്പോൾ ഈ പ്രോസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മദർ ബോർഡ് വരിക. മദർ ബോർഡ് എന്നുള്ളത് അതൊരു യൂട്ടിലിറ്റി ആണ് ശരിക്കും. അതായത് അതിനകത്ത് എത്ര USB പോർട്ട് വേണം, HDMI പോർട്ട് വേണം, അതേപോലെ തന്നെ VGA പോർട്ട് വേണം, കൂടാതെ എത്ര റാം ഇടാൻ പറ്റണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് അതിനകത്ത് വരിക. ഈ പ്രോസസ്സറിന് പ്രോസസ്സിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന യൂട്ടിലിറ്റീസ് ആണ് മദർ ബോർഡിനകത്ത് വരുന്നത്. പ്രോസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മദർ ബോർഡ് സെലക്ട് ചെയ്യുന്നതും അതുകൊണ്ടാണ് മദർ ബോർഡ് H81 ചിപ്സെറ്റ് എന്ന് പറയാൻ കാരണം. ഇനി റാം ആണ് അത് കഴിഞ്ഞാൽ വരുന്നത്. റാം ഒന്ന് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 8 GB ആണ് ഇപ്പോൾ ഇതിനകത്ത് ഈ കോൺഫിഗറേഷനിൽ പറയുന്നത്. 8 GB റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൗസ് ചെയ്യാനും അതേമാതിരി യൂട്യൂബ് വർക്ക് ചെയ്യാനും അത്യാവശ്യം ചെറിയ വേർഷൻസ് ഫോട്ടോഷോപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒരു തുടക്കക്കാർക്ക് എന്നോണം വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഗറേഷൻ തന്നെയാണ്. റാമിന് ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാം ഇപ്പോൾ ഒരുപാട് വസ്തുക്കൾ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. അതിൽ ആവശ്യമുള്ളത് മാത്രമാണ് ഓരോ ദിവസം നമ്മൾ മൈൻഡിൽ സ്റ്റോർ ചെയ്യുന്നത്. ആ ടെമ്പററി ആയിട്ടുള്ളത് നമ്മൾ അപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. ഇതേപോലെ ടെമ്പററി ആയിട്ട് വരുന്ന മെമ്മറി അലക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് റാം എന്ന് പറയുന്നത്. അപ്പോൾ അതിലും റാം കൂട്ടിക്കഴിഞ്ഞാൽ പെർഫോമൻസ് കൂടുതൽ കിട്ടും. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രോസസ്സർ 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് അവൈലബിൾ ആണ്. അത് i3 പ്രോസസ്സർ എന്ന് പറയുന്ന 4th ജനറേഷൻ സാധനത്തിനാണ്. അതേസമയം നമുക്ക് i7 ഇപ്പോൾ 14th 15th ഒക്കെ വേർഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു 40,000 30,000 റേഞ്ച് വരെ പോകുന്നുണ്ട്. പല വേർഷൻസ് ആണുള്ളത്. അത് ഇന്നൊരു വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് വരുന്നത് സ്റ്റോറേജ് ആണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു, ഒരു വിഷയം പഠിക്കുകയാണ്, ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ വിഷയം നോളജ് എടുത്തു വെച്ചു. നമ്മൾക്ക് തലച്ചോറ് എന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ആണ് ഹാർഡ് ഡിസ്ക്, SSD എന്നെല്ലാം അറിയപ്പെടുന്നത്. അത് നമ്മൾക്ക് ഒന്ന് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടർ 256 GB ആണ് പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ഇത് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബഡ്ജറ്റ് കമ്മിയാവും SSDയിൽ നിന്ന്. അതേപോലെ തന്നെ ഇത് ഹാർഡ് ഡിസ്കും SSDയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്
ഹാർഡ് ഡിസ്കിനേക്കാൾ ഒരു 10 ഇരട്ടി സ്പീഡ് കൂടുതലാണ് SSD. ഇതാണ് കമ്പനികൾ ബാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ഡിപ്പെൻസ് ഓൺ PC. ഇനി ഇതിന്റെ കൂട്ടത്തിൽ അടുത്ത് വരുന്നത് ഇത്രയും സാധനങ്ങൾ നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ട ക്യാബിനറ്റ് ആണ്, ഇരുമ്പിന്റെ ക്യാബിനറ്റ്. അപ്പോൾ പ്രൊസസർ ഫാൻ, മദർ ബോർഡ്, റാം, SSD, ദെൻ ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു ഇരുമ്പിന്റെ കൂടാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു പവർ സപ്ലൈ കൂടെ ഉണ്ടാവും. ഈ പവർ സപ്ലൈ നമ്മൾക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് വരുന്ന 240 വോൾട്ടിനെ, വീട്ടിൽ വരുന്ന കറണ്ടിനെ DC ആക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. കൂടാതെ നമ്മൾക്ക് അടുത്ത് വരുന്നത് ഒരു മോണിറ്റർ ആണ്. ഒരു 18.5 ആണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോണിറ്റർ. ഒരു 2000 രൂപ മുതലെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 2000, 2500. കുറച്ചുകൂടെ ഇപ്പോ ഈ പറഞ്ഞ സാധനം ഫ്രണ്ടക്ക്, സെബ്സ്റ്റാർ ഇങ്ങനെ തുടങ്ങുന്ന ബ്രാൻഡുകളാണ്. അതേസമയം എയ്സർ കുറച്ചുകൂടെ നല്ല ബ്രാൻഡുകളിലേക്ക് പോകുമ്പോൾ 5000, 6000, പിന്നെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇതിന്റെ പ്രൈസ് മാറാറുണ്ട്. ഇത് കൂടാതെ നമുക്കൊരു കീബോർഡും മൗസും സ്പീക്കറുമാണ് ഈ ബഡ്ജറ്റിനകത്ത് അഫോർഡബിൾ ആയിട്ടുള്ളത്. കീബോർഡും മൗസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമൽ വയർഡ് കീബോർഡ് മൗസും പിന്നെ ഒരു സ്പീക്കറും. ഇതിന്റെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് താഴെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റിങ്ങും ഒരു 800 മുതൽ, പ്രൊസസർ 800 മുതൽ 800 രൂപ ബഡ്ജറ്റ് വരും. മദർ ബോർഡ് ഒരു 1550 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് റാം ഒരു 8 GB, ഒരു DDR3 എല്ലാം വന്ന് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 660 രൂപ റേഞ്ചാണ് വരിക. 256 GB SSD ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ആയിട്ട് നമുക്കൊരു 1580 രൂപ റേഞ്ചിൽ കിട്ടാനുണ്ട്. പിന്നെ ക്യാബിനറ്റ് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1300, 1400 രൂപ റേഞ്ചിൽ കിട്ടാനുണ്ട്. അതേപോലെ മോണിറ്റർ ഒരു 2450 രൂപ ആ റേഞ്ചാണ് മാർക്കറ്റിൽ വരുന്നത്. പിന്നെ അവിടെ നിന്ന് മേലേക്കാണ് കീബോർഡും മൗസും ഒരു 350 രൂപ, അതേമാതിരി തന്നെ ഒരു സ്പീക്കർ 350 രൂപ. ഇത്രയും സാധനങ്ങൾ ആവുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു 9000 രൂപ ആ റേഞ്ചിലേക്കാണ് ബഡ്ജറ്റ് വരിക. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിവുള്ള ടെക്നീഷ്യനെ വെച്ചിട്ട് ഒരു അസംബ്ലിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടറായി 10 രൂപയിൽ താഴെയായിരിക്കും ബഡ്ജറ്റ് വരിക. ഇതാണ് ഇതിനകത്ത് വരുന്ന ഒരു സംവിധാനം. വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ വീടുകളിൽ മാത്രം അല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ അതുകൂടാതെ വേറെ ആർക്കൊക്കെ നമുക്ക് ഇത് ഏതൊക്കെ മേഖലകളിൽ യൂസ് ചെയ്യാൻ പറ്റും ഈ കമ്പ്യൂട്ടർ? ഇതൊരു നോർമൽ സിസ്റ്റം ആണ്. തുടക്കക്കാർക്ക് വീട്ടിൽ ഉപയോഗിക്കാം എന്നതിലുപരി ഇത് ഓഫീസുകളിലും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വെളിയിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ്. ഇതിലും കമ്മിയായിട്ടുള്ള കോൺഫിഗറേഷൻസിൽ ലാപ്ടോപ്പുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് സിസ്റ്റമോ പോലെ അല്ലെങ്കിൽ കൂടെ ഇത് നമ്മൾക്ക് വീടുകളിലും ഓഫീസുകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ട് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ്. അപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ഏതാണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് താങ്കൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതെല്ലാം നോക്കിയതിനു ശേഷം ഞാനത് വരുത്തിച്ചതിന് ശേഷം എനിക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ, അതോ അത് നിങ്ങളെ സമീപിക്കേണ്ടി വരുമോ? ആക്ച്വലി ഇതിനകത്ത് കുറച്ച് ടെക്നോളജി പരമായിട്ട് ഇതുമായി അനുഭവമുള്ള വ്യക്തികളാണെങ്കിൽ, ഇതുമായിട്ട് താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത സാഹചര്യത്തിൽ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി അതുമല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനു വേണ്ടി തന്നെ അടുത്തൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഒരു അസംബ്ലിങ്ങിന്റെ. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. 10,000 രൂപയിൽ താഴെയുള്ള കമ്പ്യൂട്ടർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വിവരണമാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.